ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകപൃച്ഛാമത്താം ധർമ്മസുമൂഢചേതക യശ്രയസ്യാനിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 14-ാം അധ്യായം ഗുണത്രയ ഭാഗയോഗത്തില് 16-ാമത്തെ ശ്ലോകം തൊട്ട് ശ്രദ്ധിക്കുക. കർമ്മണ സുഹൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസാഫലം. ഇനി 3 ഗുണങ്ങളുടെയും ഫലത്തെ പറയുകയാണ്. സത്കർമ്മങ്ങളുടെ ഫലം സാത്വികവും നിർമ്മലവും, രാജസകർമ്മത്തിന്റെ ഫലം ദുഃഖവും, താമസകർമ്മത്തിന്റെ ഫലം അജ്ഞാനവും എന്ന് മഹാത്മാക്കൾ അഥവാ തത്വദർശികൾ അനുഭവത്തിലൂടെ തന്നെ പറയുന്നവരെയാണ് തത്വദർശികൾ എന്ന് പറയുന്നത്. അനുഭവത്തിൽ നിന്ന് ഋഷീശ്വരന്മാർ നമുക്ക് പൂർവികരായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് പുണ്യകർമ്മങ്ങളുടെ ഫലം സാത്വികവും സുഖം അനുഭവിക്കാൻ സാധിക്കും, നിർമ്മലവുമായിരിക്കും. അതായത് സാത്വിക ഈശ്വരീയമായ ആ സത്കർമ്മങ്ങൾ, അതായത് സാത്വിക പ്രബലതയെ, സത്വഗുണത്തെ സ്വഭാവത്തിൽ വർദ്ധിപ്പിച്ച് സാത്വികമായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർ സാത്വികം ആയിട്ടും യഥാർത്ഥ നിർമ്മലവുമായ സ്വഭാവം അനുഭവിക്കാൻ സാധിക്കും. അത് നമുക്ക് അനുഭവത്തിൽ വരുത്താൻ സാധിക്കും. അതാണ് അതിന്റെ ശ്രേഷ്ഠത. അപ്പൊ സത്കർമ്മങ്ങളുടെ ഫലം സാത്വികവും. ഇനി ശ്രേഷ്ഠമായ ജന്മങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. സാത്വിക പ്രബലതയോടുകൂടി ശരീരം ധരിക്കാൻ ഇടവന്നാൽ അതുപോലെ സാത്വികന്മാരുടെ ഇടയിൽ വന്ന് ജനിക്കും എന്നൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അതിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് അനായാസന് ജീവിക്കാൻ സാധിക്കുന്ന. ഈ സത്വഗുണത്തിൽ സത്കർമ്മങ്ങളിലൂടെ ജീവിക്കുന്നവർക്ക് അനായാസേന സ്വയം ബുദ്ധിമുട്ടാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ, ജീവൻ മുക്ത ഭാവത്തിൽ തന്നെ എല്ലാത്തിലും നിന്നുകൊണ്ട് ആ നിർഗുണഭാവത്തെ, ഭഗവാനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ആത്മബോധത്തോടു കൂടി അനായാസന് ജീവിക്കാൻ സാധിക്കും. അതാണ് സത്വഗുണം വർദ്ധിപ്പിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം. പിന്നെ രജോ ഗുണം വർദ്ധിച്ചാൽ രാജസകർമ്മത്തിന്റെ ഫലം ആത്യന്തികമായിട്ട് ദുഃഖമായിരിക്കും. യാതൊരു സംശയവുമില്ല. നമുക്ക് താപത്രയങ്ങൾക്കും ബന്ധനത്രയങ്ങൾക്കും കാരണമായി ഭരിക്കുന്ന 3 വിധ ദുഃഖം അനുഭവിക്കാനും 3 തരത്തിലുള്ള ബന്ധങ്ങളും ബന്ധനങ്ങളും ഉണ്ടാകാൻ കാരണം ഈ രജോ ഗുണത്തിന്റെ ഫലമാണ്. മനുഷ്യൻ പൊതുവെ രജോ ഗുണാത്മകനാണ് എന്ന് ഞാൻ പറഞ്ഞു. ആവർത്തിച്ച് പറയാം, രജോ ഗുണാത്മക സ്വഭാവം കൂടുതലുള്ളവരാണ് മനുഷ്യൻ. അത് സ്ത്രീയോ പുരുഷനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഏത് വർണ്ണത്തിൽ ജനിച്ചവരായാലും വേണ്ടില്ല, ഏത് ജാതി മതങ്ങളിൽപ്പെട്ടവരായാലും വേണ്ടില്ല, രജോ ഗുണ സ്വഭാവത്താലാണ് മനുഷ്യകുലം തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന 11 ഇന്ദ്രിയങ്ങളെ കൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ എല്ലാവരും ഈ പറയുന്ന ദുഃഖഹേതുക്കളായിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുക. രജോ ഗുണത്തിന്റെ പ്രഭാവത്തിൽ ശരീരം പോലും മറന്നിട്ട് ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചാലും അന്തിമമായിട്ട് അതിൻ്റെയൊക്കെ ഫലം ദുഃഖഹേതുക്കളായിരിക്കും. അപ്പം ഈ താപത്രയങ്ങളും ബന്ധനത്രയങ്ങളും ഉണ്ടായേ അനുഭവിച്ചേ പറ്റൂ. 3 തരത്തിലുള്ള ദുഃഖങ്ങളും അനുഭവിക്കും, 3 തരത്തിലുള്ള ബന്ധനങ്ങളും ഉണ്ടാകും. ഇതേ കാരണം കൊണ്ട് പ്രാരാബ്ധമായിട്ട് മാറി വീണ്ടും ഇത്തരത്തിലുള്ളവരുടെ ഇടയിൽ വന്ന് ജനിക്കാനും ഇടവരും. ഇനി താമസകർമ്മത്തിന്റെ ഫലം അജ്ഞാനവും അറിവില്ലായ്മയാണ്. തമസ് വർദ്ധിപ്പിച്ചാലുള്ള ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്, തമോ ഗുണം വർദ്ധിപ്പിച്ചാൽ ഏറ്റവും വലിയ ദോഷം ഉണ്ടാകുന്നത് അറിവില്ലായ്മ, അവിദ്യാദി ദോഷങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. അതും ദുഃഖഹേതുക്കളാ. ജീവിതകാലം മുഴുവൻ ജീവിതം തന്നെ വ്യർത്ഥമാക്കികളും. രജോ ഗുണത്തിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടഭോഗങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിന്റെ സുഖമൊക്കെ അനുഭവിക്കാൻ സാധിക്കും. തമോ ഗുണത്തിലുള്ളവർക്ക് കിട്ടുന്നത് പോലും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അതിന്റെ സുഖം പോലും അനുഭവിക്കാൻ പറ്റില്ല. നമുക്കുള്ളത് പോലും അനുഭവിക്കാൻ പറ്റില്ല വേണ്ട വിധത്തിൽ. ഈ ആർജിക്കുന്നത് പോട്ടെ, ആർജിക്കാൻ അവർ അലസരായിട്ട് മാറും. അതുകൊണ്ട് വേണ്ട വിധത്തിൽ ഒന്നും ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട്, കർമ്മേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കർമ്മം വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ചെയ്തുകൊണ്ട് അതിന്റെ ഫലത്തെ അനുഭവിക്കാൻ അവർക്ക് യോഗ്യതയില്ല. പിന്നെ എന്തെങ്കിലും മറ്റുള്ളവർ കൊണ്ടുകൊടുത്താൽ പോലും അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ അവർക്ക് അറിയില്ല. അറിവില്ലായ്മയാണ് തമോ ഗുണത്തിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം സ്വഭാവത്തെ ചിട്ടപ്പെടുത്താനില്ലേ. സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് വിചാരിക്കുമ്പോൾ ഇതൊക്കെ ഇതിന്റെ വേരിയേഷൻസ് ഒക്കെ മനസ്സിലാക്കിക്കൊള്ളണം. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അവരവരുടെ സ്വഭാവം ഒന്ന് ആദ്യം അനലൈസ് ചെയ്യുക.
നമ്മുടെ സ്വഭാവത്തിൽ ഏതാണ് പ്രബലത, ഏതൊക്കെ സമയത്താണ് അതിൻ്റെ പ്രബലത കൂടിയും കുറഞ്ഞു നിൽക്കുന്നത്, അതൊക്കെ കണ്ടുപിടിക്കണം. അതൊന്ന് മനസ്സിലാക്കി കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചേഞ്ച് ആയിക്കോളും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അത് സാധിച്ചാൽ തന്നെ സ്വഭാവം നിങ്ങളുടെ തന്നെ മാറിക്കോളും. സത്വാത് സംജായതേ ജ്ഞാനം രജസോ ലോഭയേവച പ്രമാദമോഹൗ തമസ ഭവതോ അജ്ഞാനമേവച. സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനവും രജോ ഗുണത്തിൽ നിന്ന് എത്ര കിട്ടിയാലും മതിവരാത്ത ആഗ്രഹവും ഉണ്ടാകും. തമോ ഗുണത്തിൽ നിന്ന് വിവേകശൂന്യതയും വിദ്യാപ്രഭവും അജ്ഞാനവും സംഭവിക്കും. ഇനി അതിന്റെ യഥാർത്ഥ ഫലത്തെ പറയുകയാണ്. സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനം ലഭിക്കും. ഇനി ഭൗതികമായിട്ട് സത്വഗുണം വർദ്ധിച്ചിരിക്കുമ്പോഴല്ലേ, സത്വഗുണത്തെ വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് കാര്യഗൗരവത്തോടുകൂടി ഗ്രാഫ്യം പവറും മെമ്മറി പവറും കൂട്ടാൻ സാധിക്കും. ഗ്രാഫ്യം പവർ കൂടിയാൽ മെമ്മറി പവർ കൂടും, മെമ്മറി പവർ കൂടിയാൽ ഗ്രാഫ്യം പവർ കൂടും. ഇത് രണ്ടും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. അപ്പൊ ഗ്രാഫ്യം പവർ കൂടുമ്പോഴാണ് ജ്ഞാനം യഥാർത്ഥത്തിൽ പ്രകാശിക്കും. ഗുണദോഷങ്ങളെ തിരിച്ചറിയുന്ന ജ്ഞാനമാണ് ഏറ്റവും വലിയ ജ്ഞാനം. അത് അനുഭവത്തിലൂടെ തിരിച്ചറിയാണ്. ഞാൻ പറഞ്ഞത് ഈ പുസ്തകജ്ഞാനം കൊണ്ടോ ഇല്ല കേട്ടത് കൊണ്ടോ മാത്രമായില്ല, നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഇത് ശ്രേഷ്ഠമായിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കും. ഗുണദോഷങ്ങളെ തിരിച്ചറിയണം. എന്ത് ചിന്തയിലും ഗുണവും ദോഷമുണ്ട്, വാക്കുകളിൽ ഗുണവും ദോഷമുണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഗുണവും ദോഷമുണ്ട്. ഇതിനെയൊക്കെ തിരിച്ചറിയണം. എവറി ആക്ഷൻ ഈ രണ്ട് കൺസെപ്റ്റിലാണ് നിലനിൽക്കുക. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാകും. ആ ജ്ഞാനത്തെ വേണ്ട ഒത്തി ഉപയോഗിക്കാൻ സാധിക്കണം. ആ രജോ ഗുണത്തിൽ എത്ര കിട്ടിയാലും മതിവരാത്ത, ഏറ്റവും വലിയ രജോ ഗുണത്തിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് എത്ര കിട്ടിയാലും മതിവരാത്ത ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഒന്നിനു പുറകെ ഒന്നായിട്ട്. അത് സാത്വികനായിട്ട് മാറിയാൽ പോലും നമുക്ക് ഈ ഭക്തിമാർഗത്തിൽ പോലും ആഗ്രഹങ്ങൾ തീരിക്കില്ല. അതുകൊണ്ടാണ് പല വിഷയങ്ങളിലേക്ക് ഭക്തിമാർഗത്തിൽ തന്നെ ഒരു കഥ കേട്ടാൽ മതിയാവില്ല, വീണ്ടും വീണ്ടും കഥ കേൾക്കണം തോന്നും, എത്ര കേട്ടാലും മതിവരാത്ത അവസ്ഥ. അപ്പം ഇതൊക്കെ സാത്വിക ഭാവത്തിൽ തന്നെ നമുക്ക് ആഗ്രഹങ്ങളെ വർദ്ധിപ്പിക്കും രജോ ഗുണം. അതും ശ്രദ്ധിക്കണം. അപ്പൊ തമോ ഗുണത്തിൽ നിന്ന് വിവേകശൂന്യതയും മിഥ്യാഭ്രമവും ഉണ്ടാകും. ഏറ്റവും തമോ ഗുണത്തെ ഒരിക്കലും വർദ്ധിപ്പിക്കരുത്. അതിൽ നിന്ന് നമ്മൾ നേടിയ അറിവ് പോലും ഓട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ മറഞ്ഞു പോകും. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ വിഷയങ്ങളിലേക്ക് രജോ ഗുണത്തിന്റെ ആധിക്യം കൊണ്ട് ചിലപ്പോൾ സാത്വികത തന്നെ പോയിട്ട് അതിൽ മിഥ്യാഭ്രമമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. പിന്നെ അവിടെ അജ്ഞാനം ബാധിക്കും. അപ്പം ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നവ പോലും ചിലപ്പോൾ തമോ ഗുണം വർദ്ധിച്ചാൽ ചിലപ്പോൾ അബദ്ധത്തിലൊക്കെ പോയി വീഴുന്നർത്ഥം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ മൂന്ന് ഗുണങ്ങളും എല്ലാവരിലും ഉണ്ടെന്നും നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഓരോ ഗുണവും പ്രാബല്യം നേടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഏതു ഗുണം പ്രബലത കൈവരുത്തുന്നോ അതനുസരിച്ചുള്ള ഫലമായിരിക്കും നമുക്ക് തന്നെ ഉണ്ടാകുക. അപ്പം അടിസ്ഥാനപരമായിട്ട് തമോ ഗുണത്തെ വർദ്ധിപ്പിക്കരുത്. രജോ ഗുണത്തിൽ അമിതമായ വിഷയങ്ങളിലേക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ പിന്നാലെ പരക്കം പായത്, അതാണ് ഇന്ദ്രിയ നിയന്ത്രണം കൊണ്ട് സാധിക്കുന്നത്. സത്വഗുണം വർദ്ധിപ്പിച്ച് യഥാർത്ഥ ജ്ഞാനം നേടണം, അതിലായിരിക്കണം ലക്ഷ്യം. നമുക്കിപ്പോൾ അറിവില്ലായ്മയാണ് എല്ലാത്തിനും പ്രശ്നം. അപ്പൊ അറിവ് സമ്പാദിക്കുന്നത് ഏതിൽ ഗുണത്തിലൂടെയാ? സത്വഗുണം വർദ്ധിപ്പിച്ച്. അപ്പൊ സാത്വിക ആഹാരം കഴിക്കണം, സത്വഗുണ സമയത്ത് എഴുന്നേൽക്കണം, സാത്വിക കർമ്മങ്ങളിൽ ശ്രദ്ധിക്കണം, സത്സംഗങ്ങൾ ഉണ്ടാകണം. സത്വഗുണം വർദ്ധിപ്പിച്ച് ജ്ഞാനത്തെ നേടുന്നതിന് വേണ്ടുന്നതായ കർമ്മങ്ങളിൽ വളരെ ശ്രദ്ധയോടെ അതൊക്കെ ആചരിക്കണം. ആചാരാനുഷ്ഠ സംസ്കാരം തന്നെ മാറ്റിയെടുക്കണം എന്നർത്ഥം. സ്വഭാവത്തിൽ സാത്വികനായിട്ട് മാറണം. സാത്വികനായി മാറിക്കൊണ്ട് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും വേണ്ടത് വേണ്ട സമയത്ത് ഉപയോഗിക്കാൻ പഠിക്കണം. ഇനി അനന്തരഗതി കൂടെ പറയുകയാണ്. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രജസ ജഗന്യ ഗുണവർത്തിസ്തോ അഥോ ഗച്ഛന്തി താമസ. ഈ മൂന്ന് അവസ്ഥയും നമുക്ക് ഒരു ജീവിതത്തിൽ, ഒരു ജന്മത്തിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് സത്വഗുണം വർദ്ധിപ്പിച്ചാൽ ഉയർച്ചയിലേക്ക് പോകും. എല്ലാ കാര്യത്തിലും, ഒരു കാര്യത്തിലും നല്ല ഭൗതികമോ ഇല്ലെങ്കിൽ ആത്മീയവുമായുള്ള മാർഗത്തിൽ നിങ്ങൾ സത്വഗുണം വർദ്ധിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് തൊടുന്നതെല്ലാം പൊന്നാകും.
അത് ഭൗതികമായിക്കോട്ടെ, ഭൗതിക കാര്യങ്ങളെ പോലും ശ്രേയസ്സോട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ സത്വഗുണം വർദ്ധിപ്പിക്കണം. അതായത് നമുക്ക് അവിദ്യാദി ദോഷങ്ങളെ കൊണ്ടാണ് നമുക്ക് ഈ യഥാർത്ഥ ഗതിയിലേക്ക് എത്താത്തത്. എല്ലാവരും ഉയർച്ച ആഗ്രഹിക്കുന്നുണ്ട്, സുഖസമൃദ്ധി സമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ രജോ ഗുണാധിക്യത്താൽ ജീവിക്കുന്നത് കൊണ്ട് ഈ സുഖം അനുഭവിച്ചാൽ തന്നെ ശാശ്വതമായിട്ട് നിൽക്കില്ല. അവിടെ സുഖദുഃഖങ്ങളുടെ മിശ്രിത ഭാവം വരും. അത് രജോ ഗുണം വർദ്ധിപ്പിക്കും. മധ്യേ തിഷ്ഠന്തി രജസ എന്ന് പറഞ്ഞാൽ സത്വഗുണം വർദ്ധിപ്പിച്ചവർ പോലും ഏതെങ്കിലും സമയത്ത് രജോ ഗുണത്തിന്റെ പിന്നാലെ പോയാൽ മധ്യേ തിഷ്ഠന്തി എന്ന അവസ്ഥ വരും. അതായത് ശാശ്വതമായിട്ട് സുഖത്തെ അനുഭവിക്കാൻ സാധിക്കില്ല. സത്വഗുണം വർദ്ധിപ്പിച്ചാൽ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് ഉയർന്ന പദവിയിലും ഉയർന്ന വിധത്തിലും ജീവിക്കാൻ, ശാന്തി സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതം എന്ന് പറയുന്നത്. ഉയർന്ന ജീവിതം എന്ന് പറയുന്നത് എന്താ? സത്വഗുണം യഥാർത്ഥ അറിവ് നേടിക്കൊണ്ട് ഗുണദോഷങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അനായാസനെ ജീവിക്കുന്ന ജീവൻ മുക്ത ഭാവം, അതാണ് പരമപദം എന്ന് പറയുന്നത്. ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഈ ശരീരത്തോടു കൂടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ഒരു പദത്തിൽ ജീവിച്ച് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇതാണ് സത്വഗുണം വർദ്ധിപ്പിച്ചാലുള്ള ഗുണം. നമ്മൾ സ്വയം അനുഭവിച്ചറിഞ്ഞ് അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അത് നിത്യമായിട്ട് നിലനിർത്താൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച എന്നർത്ഥം. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗത്തിലോ നരകത്തിലോ ഈ ശരീരം ഇല്ലാതെ പോയിട്ടൊന്നും തിരിച്ചറിയാൻ പോകുന്നില്ല. അനുഭവിച്ചറിയണമല്ലോ. അതിനാണല്ലോ ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം തന്ന് ഭഗവാൻ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അപ്പൊ അവിടെ അനായാസനെ ജീവിക്കാൻ സാധിച്ചാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ പരമപദത്തിൽ ജീവിക്കുക, ജീവൻ മുക്തഭാവത്തിൽ. നമ്മളിപ്പോ ഈശ്വരൻ തന്നിരിക്കുന്ന ജീവാത്മനെ നമ്മുടെ സ്വഭാവം കൊണ്ട് വരിഞ്ഞു കെട്ടി ആ ജീവാത്മാവിനെ യഥാവിധി പ്രവർത്തിക്കാൻ അനുവദിക്കാതെ നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് സത്വരജ തമോ ഗുണങ്ങളെ കൊണ്ട് കെട്ടി വരിഞ്ഞ് നിർത്തിയിരിക്കുക. എന്നാലും അതിൻ്റെ ആ ശ്രേഷ്ഠത കൊണ്ട്, ആ ജീവാത്മാവിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് അത് വച്ചിട്ടാണ് ഈ വരിഞ്ഞു മുറുക്കലൊക്കെ നടത്തുന്നത്. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അകത്തിരിക്കുന്ന ആ പ്രകാശ സ്വരൂപരായിരിക്കുന്ന ആത്മശക്തിയുടെ പ്രഭാവം കൊണ്ടാണ് ഇതൊക്കെ ഈ തോന്നിവാസം ജീവിക്കുന്നത്. ആത്മാവിനെ വെറുതെ വിടില്ല, അതിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുക. അപ്പൊ സത്വഗുണം വർദ്ധിച്ചാൽ നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് തിരിച്ചറിയും. അപ്പൊ അതിനെ ഫ്രീ ആയിട്ട് വിട്ടാൽ അത് ഉയർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും, അത് തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ഉണർന്ന് പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും വ്യാപരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഉയർച്ചയിലേക്ക് എത്തും. പിന്നെ ചിന്തയും വാക്കും പ്രവൃത്തിയും എന്തൊക്കെ ചെയ്താലും വേണ്ടില്ല, അതൊക്കെ ശ്രേയസിലേക്ക് എത്തും. നിങ്ങൾ അവനവന്റെ കാര്യത്തിലോ മറ്റുള്ളവരുടെ കാര്യത്തിലോ എന്ത് ചെയ്താലും അതിലൊക്കെ പോസിറ്റിവിറ്റി നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഇത് ഞാൻ അനുഭവിച്ചിട്ടാ പറയണം, വെറുതെ അല്ല. അതാണ് ഉയർച്ച എന്ന് പറയുന്നത്. അപ്പൊ സത്വഗുണം വർദ്ധിച്ച് ആ സത്വഗുണത്തിൽ നിന്നുകൊണ്ട് വേണ്ട അറിവ് സമ്പാദിച്ച് അതിനുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് എന്താ വായനശാല തന്നെയുണ്ട്. ഏത് ശാസ്ത്രവും നിങ്ങൾക്ക് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നത് ഈ അദ്വൈത ഭാവം അനുഭവിക്കുക. അദ്വൈത, ക്രിയാദ്വൈതം, ഭാവാദ്വൈതം, ദ്രവ്യാദ്വൈതം, ഈ രണ്ട് ആയിട്ട് കാണുന്നതാണ് എല്ലാം പ്രശ്നം. ഞാനും നിന്റെയും എന്റെയും നിന്റെയും, ഞാനും നിങ്ങളും, അതും ഇതും. ആ ഭാവത്തിലും ക്രിയയിലും ദ്രവ്യത്തിലും നമുക്ക് ഈശ്വരന്റെ ഒരേ ഒരു ഭാവത്തെ കാണാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചിന്തയ്ക്കും വാക്കിനും പ്രവർത്തിക്കും ആധാരമായിട്ട് നിൽക്കുന്നത് ഈ സത്വഗുണ ഭാവത്തിൽ നിൽക്കുന്ന ആത്മാവ് തന്നെയാണ്. അപ്പൊ ആത്മഭാവത്തിലേക്ക് ഉയരുന്നതാണ് ഊർധ്വം ഗച്ഛന്തി സത്വത്താന്ന് പറയുന്നത്. നമ്മൾ ഏത് ബോധതലത്തിലാണോ ഞാനെന്ന ഭാവം നമുക്ക് ഉണ്മയായിട്ട് അനുഭവിക്കുന്നത്, ആ ഒരു ഭാവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് അനായാസന ജീവിക്കാൻ സാധിക്കും. ആത്മാവിനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ നമ്മുടെ ജീവിതമാകെ മാറ്റിമറിക്കും. നമ്മൾ അതിനെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുക നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ട്. അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുക.
ആത്മാവ് പ്രവർത്തിച്ചാൽ ഒരിക്കലും നിഷേധഭാവമില്ല. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനെ ആത്മാവിനുള്ളൂ. ഒരിക്കലും ദോഷം വരുന്ന ഒരു കാര്യവും ആത്മാവ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ കർമ്മത്തിന് കാരണം തന്നെ നമ്മുടെ സ്വഭാവമാണ്. ഈ മായയാണ് പ്രശ്നം, മൂലപ്രകൃതി. ആത്മാവ് ആത്മതലത്തിൽ അത് നിർഗുണഭാവത്തിൽ വർത്തിക്കുന്നു എന്നർത്ഥം. പക്ഷെ അതിന്റെ ഗുണം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ സ്വഭാവം മാറ്റണം, അല്ലാതെ അതിന്റെ ഗുണത്തെ അനുഭവിക്കാൻ സാധ്യമല്ല. നിർഗുണഭാവത്തിൽ വർത്തിക്കുന്നതേ ഉള്ളൂ. എല്ലാ സദ്ഗുണങ്ങളുടെയും കാരണം ആത്മാവ് തന്നെയാണ്. അപ്പൊ അതിനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിച്ചാൽ ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ എന്ന ഭാവത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും. ഇനി അതല്ല, മധ്യേ തിഷ്ഠന്തി രജസ. ഈ മനുഷ്യ ജന്മം കിട്ടിയത് തന്നെ എത്ര ശ്രേഷ്ഠമായ ജന്മമാണ്. അറ്റ്ലീസ്റ്റ് ആ മനുഷ്യ ജന്മത്തിന്റെ ശ്രേഷ്ഠതയെങ്കിലും ഒന്ന് അനുഭവിക്കുക, അതിനെ അധപ്പതിപ്പിക്കാതിരിക്കുക. ഇനി ഉയർച്ചയിലേക്ക് പോയില്ല എന്നാലും സാരമില്ല, നമുക്ക് കിട്ടിയിട്ടുള്ള ജന്മത്തിലെങ്കിലും ഈ താപത്രയങ്ങളും വാരിപ്പിടിച്ച് പരിഭ്രമത്തിൽ ടെൻഷൻ അടിച്ച് എന്തിനു ജീവിക്കണം? എന്ത് ചെയ്താലും വേണ്ടില്ല, അതൊക്കെ തൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് ഒരു ഘട്ടത്തിൽ തോന്നും ഇതൊന്നും വേണ്ടായിരുന്നു അല്ലേ? മക്കളില്ലാത്ത ആത്മദേവന്റെ ഒക്കെ കഥ മനസ്സിലാക്കിക്കോളൂ. സന്യാസി നേരിട്ട് മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിട്ടും മക്കളൊക്കെ ഉണ്ടാകാതിരിക്കുക നല്ല, നീ ഇപ്പൊ സുഖമായിട്ട് സുഖസമൃദ്ധി ജീവിക്കുന്നുണ്ട്, ഇത് തുടർന്നോളൂ, അതാ നല്ലത്. നീ സന്തതിയെ പറ്റി ആഗ്രഹിച്ച് അത് സന്തതി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സന്തതി തന്നെ നിന്റെ ദുഃഖത്തിന് കാരണമാകുന്നൊക്കെ സന്യാസി വരെ ആത്മദേവന് പറഞ്ഞു കൊടുത്തിട്ട് ആ ഭാഗവത മഹാത്മ്യമൊക്കെ ഓർത്തിരിക്കുക അതൊക്കെ. എന്നിട്ട് എനിക്ക് സന്തതി വേണം, എൻ്റെ ഭാര്യയ്ക്കും ആഗ്രഹ എന്നൊക്കെ പറഞ്ഞ് സന്യാസിയുടെ കാല് പിടിച്ച് അതിനുള്ള ഉപാധിയൊക്കെ പറഞ്ഞു കൊടുത്ത് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ സന്തതി ഒരു ഘട്ടത്തിൽ ഇത് ഈ ആത്മദേവന് തോന്നുന്നു ഇങ്ങനെയുള്ള പുത്രന്മാരെ ഉണ്ടാകാതിരിക്കുകയായിരുന്നു നല്ലത്. എത്രയെത്ര ജീവിതങ്ങളാണ് മനുഷ്യർ തന്നെ ഈ ഒരു അവസ്ഥ നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. മധ്യേ രജോ ഗുണം കൊണ്ട്, രജോ ഗുണം വർദ്ധിച്ചാൽ മധ്യസ്ഥിലാണ്, മധ്യ അവസ്ഥയിലാണ് ജീവിക്കുക. അതായത് മനുഷ്യജന്മം എന്ന് പറയുന്ന മനുഷ്യഗണം ആയിട്ട് ജനിക്കാനൊക്കെ തന്നെ കാരണം ഈ മധ്യേ തിഷ്ഠന്തി രജസ, രജോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന സമയത്താണ് മരണം സംഭവിക്കുന്നതെങ്കിൽ വീണ്ടും മനുഷ്യഗണത്തിൽ തന്നെ വന്ന് ജനിക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, 84 ലക്ഷം തരം മറ്റ് ജീവജാലങ്ങളായിട്ട് ജനിച്ച് മരിച്ച് ഈ നേച്ചറും കൾച്ചറും ഒക്കെ ഏകദേശം ബാലൻസ്, സമാവസ്ഥയിൽ ഒരു സമചിത്തതയൊക്കെ ഏകദേശമൊക്കെ കൈവരുത്തി ബാലൻസ് ബറാബർ, അതായത് തുലനാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആത്മാവിനാണ് മനുഷ്യജന്മം കിട്ടുക. നമ്മൾ അനേക ജന്മങ്ങളിൽ 84 ലക്ഷങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രകൃതിയാ തന്നെ പരിണാമങ്ങൾക്ക് വിധേയമായി ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ ബാലൻസിങ് വരിക. നേച്ചറും കൾച്ചറും പാപപുണ്യങ്ങളൊക്കെ നേച്ചറും കൾച്ചറും ബാലൻസ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ ആ പരിണാമങ്ങൾക്ക് വിധേയമായി തുലനാവസ്ഥ കൈവരുത്തുന്ന ഒരാത്മാവിനാണ് മനുഷ്യ ശരീരം കിട്ടുക. അപ്പം മനുഷ്യ ജന്മം തന്നെ ദിവ്യമായ ജന്മമാണ്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പൂർണ്ണ അവതാരം എടുത്ത് ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ ജന്മകർമ്മജമേ ദിവ്യം ഏവം വോ വേത്തി തത്വതഥാ തെക്വാ ദേഹം പുനജന്മനൈതി മാമേതിസോ അർജുന എന്ന് ഭഗവാൻ അവതാരത്വത്തിൽ ഗീതയിൽ തന്നെ പറഞ്ഞത് ഓർത്തിരിക്കുക. അപ്പോൾ ദിവ്യമായ ജന്മമാണ് മനുഷ്യജന്മം. ഭഗവാന്റെ ജന്മം മനുഷ്യനായിട്ട് ജനിച്ച ദിവ്യമായ ജന്മമാണ്. ആ ദിവ്യമായ കർമ്മങ്ങൾ ചെയ്തു, ആ കഥകളൊക്കെ പഠിച്ചിട്ട് ആ ശ്രേഷ്ഠമായ ഒരു ജീവിതത്തെ നമ്മൾ പഠിക്കണം. പഠിച്ചത് അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മനുഷ്യജന്മത്തെ നമ്മളൊന്ന് പുനർചിന്തനം നടത്തണം. അപ്പൊ നമ്മുടെ ജന്മവും ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജന്മവും ഒരു പുണ്യജന്മമാണെന്ന് മനസ്സിലാക്കും. അപ്പൊ അറ്റ്ലീസ്റ്റ് ഇനി ഉയർച്ചയിലേക്ക് പോയില്ലെങ്കിൽ തന്നെ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഇത് അധപ്പതിപ്പിക്കാതെങ്കിലും ഒന്ന് ജീവിക്കാം. ഇനി അഥവാ വീണ്ടും നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ തീർന്നില്ല, വീണ്ടും ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി എനിക്ക് ജനിക്കണമെന്നുണ്ടെങ്കിലും മനുഷ്യജന്മത്തിൽ തന്നെ ഒന്ന് വന്ന് ജനിക്കുക, അത് അധപ്പതിപ്പിക്കാതിരിക്കുക. അപ്പൊ കിട്ടിയിട്ടുള്ള ആ മനുഷ്യജന്മം അധപ്പതിപ്പിക്കാതെ സൂക്ഷിക്കുന്നതാണ് മധ്യേ തിഷ്ഠന്തി രജസ. അപ്പൊ രജോ ഗുണത്തിൽ തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ, ആരെയും അധികം ഉപദ്രവിക്കാതെ, മറ്റ് ജീവജാലങ്ങളോടും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാതെ, വലിയ മമതാബന്ധമൊന്നും ഇല്ലാതെ സർവത്ര മനുഷ്യജന്മത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ 18 സ്ഥിതപ്രജ്ഞ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് യഥാർത്ഥ ഭക്തി മാർഗത്തിൽ സാധാരണ ജീവിതം നയിച്ചാൽ തന്നെ വീണ്ടും നമുക്ക്
ഇനി ആഗ്രഹങ്ങളൊന്നും സാധിച്ചില്ല, മുഴുവനായില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതേ സ്ഥിതിയിൽ തന്നെ വന്ന് ജനിക്കാൻ സാധിക്കും. അതിനാണ് മധ്യേ തിഷ്ഠന്തി രജസ എന്ന് പറഞ്ഞത്. അപ്പൊ രജോ ഗുണത്തിൽ തന്നെ സ്ഥിതി നിലനിർത്തിക്കൊണ്ട് നമ്മൾ ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ്, പ്രത്യേകിച്ചും അധോ ജന്മത്തിലേക്ക് അറ്റാച്ച്മെന്റ് കൂട്ടിയാൽ, അതായത് ഈ മൃഗങ്ങളോടുള്ള അറ്റാച്ച്മെന്റ് ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരെ കാണണം. പട്ടിയുടെ പിന്നാലെയും പൂച്ചയുടെ പിന്നാലെയും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവരോടൊക്കെ ലിമിറ്റ് കൂടുതൽ അറ്റാച്ച്മെന്റ് മറ്റ് ജീവജാലങ്ങളോട്, ഇല്ലെങ്കിൽ മൃഗങ്ങളെ കൊന്നു നിന്ന് ജീവിക്കുക, ആ മൃഗങ്ങളുടെ സ്വഭാവത്തിലേക്കുള്ള എസൻസ് നമ്മൾ കൈവരിക്കാനൊക്കെ ഇടവന്നു കഴിഞ്ഞാൽ അധോ ജന്മത്തിലേക്ക് ഇടവരും. അപ്പം അതൊരിക്കലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിലെ ഏറ്റവും ശ്രദ്ധിക്കുക. അതായത് കിട്ടിയിട്ടുള്ള മനുഷ്യജന്മം ഒരിക്കലും അധപ്പതിപ്പിക്കുന്നതും മൂഢയോനികളിൽ ജനിക്കാൻ ഇടവരരുത്. അത് എങ്കിലും നിലനിർത്തുക. ആ ഒരു അറിവോടുകൂടിയെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ, വലിയ ഉപദ്രവമൊന്നുമില്ലാതെ സാധാരണ അനായാസന ജീവിതം നയിക്കാൻ പഠിച്ചാൽ തന്നെ ഈ മനുഷ്യജന്മത്തിൽ തന്നെ വീണ്ടും വന്ന് ജനിക്കാം. ഇനി അധോ ഗച്ഛന്തി താമസ, ആസുരി ജന്മത്തിലേക്ക് പോകാതിരിക്കാം. മനുഷ്യജന്മത്തിൽ തന്നെ അധപ്പതിപ്പിക്കുന്ന ഒരു ഘട്ടമുണ്ട്, ആസുരി ജന്മത്തിലേക്ക് പോവുക. അതായത് തമോഗുണം വർദ്ധിച്ചാൽ ആസുരി ജന്മത്തിലേക്ക് ദയയും ആത്മനിയന്ത്രണവും ഒന്നുമില്ലാതെ ലഹരി പദാർത്ഥങ്ങൾക്ക് വിധേയമായിട്ട് അങ്ങനെയൊക്കെ ജനിക്കാൻ ഇടവരും. ശൂദ്ര കുലത്തിലേക്കോ ഒക്കെ ജനിക്കാൻ, തമോഗുണം വർദ്ധിച്ചാൽ ശൂദ്രകുലത്തിലൊക്കെ നീച ജന്മങ്ങളിലേക്ക് ഒക്കെ പോയി ചണ്ടാളനായിട്ടോ അല്ലെങ്കിൽ പക്ഷിമൃഗാദികളായിട്ടോ ഒക്കെ ജനിക്കാൻ ഇടവരും. അപ്പൊ അത് ചെയ്യാതിരിക്കുക. മനുഷ്യജന്മം കിട്ടിയിട്ട് അധപ്പതിപ്പിക്കാതിരിക്കുക. ഇനി മനുഷ്യജന്മം കിട്ടിയിട്ട് സത്വഗുണം വർദ്ധിപ്പിച്ചാൽ ബ്രാഹ്മണ കുലത്തിലോ, രജോ ഗുണം വർദ്ധിപ്പിച്ചാൽ ക്ഷത്രിയ കുലത്തിലോ, രജോ ഗുണവും തമോ ഗുണവും വർദ്ധിപ്പിച്ചാൽ വൈശ്യകുലത്തിലോ, തമോ ഗുണം പ്രബലത കൊണ്ടുവന്നാൽ ശൂദ്രകുലത്തിലോ ഒക്കെ മനുഷ്യജന്മത്തിൽ തന്നെ ചിലപ്പോൾ പക തിരിഞ്ഞു വരും. അപ്പൊ അതുകൊണ്ട് ഉയർച്ചയിലേക്ക് പോയില്ലെങ്കിൽ തന്നെ അധപ്പതിപ്പിക്കാതെ സൂക്ഷിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ശ്രേഷ്ഠമായ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് അത് അധോ ജന്മത്തിലേക്ക് പോകാതിരിക്കാൻ സൂക്ഷിക്കുക, തൽസ്ഥിതിയെങ്കിലും നിലനിർത്തുക. അപ്പൊ നമുക്ക് ഈ മനുഷ്യഗണത്തിൽ തന്നെ വീണ്ടും വീണ്ടും വന്ന് ജനിക്കാനിട വരും. ഈ പറയുന്നതൊക്കെ നമുക്ക് അനുഭവിച്ച് ഈശ്വരഭക്തിയോടുകൂടി ഒക്കെ ജീവിച്ചാൽ അനായാസേന വലിയ പ്രശ്നമൊന്നുമില്ലാതെ ജീവിതം നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ജനന മരണങ്ങളൊന്നും ജയിക്കാൻ സാധിക്കില്ല. അത് വന്നാൽ തന്നെ വീണ്ടും വീണ്ടും ജനിച്ചാലും മനുഷ്യകുലത്തിൽ തന്നെ വന്ന് ജനിക്കാൻ സാധിക്കും. ബ്രാഹ്മണരായാലോ, ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവരെ ഈ സാത്വിക സ്വഭാവത്തിന്റെ പ്രത്യേകത കൊണ്ട്, സാത്വിക ഗുണത്തിന്റെ പ്രബലത കൊണ്ടാണ് ബ്രാഹ്മണ ജന്മം കിട്ടിയിരിക്കുന്നത്. അപ്പം ബ്രാഹ്മണ ജന്മത്തിൽ കിട്ടിയിട്ടും അതിനെ അധപ്പതിച്ച് ജീവിച്ചാൽ ബ്രാഹ്മണ കുലത്തിൽ നിന്നും അധപ്പതിക്കാൻ ഇടവരും. അത് ശൂദ്രജന്മത്തിലേക്ക് വരെ പോകാം. അതും ചെയ്യാതിരിക്കുക. അതേപോലെ അവരവരുടെ ഏത് കുലത്തിൽ ജനിച്ചിട്ടുണ്ടോ ആ കുലധർമ്മങ്ങളെ യഥാവിധി പാലിച്ചാൽ ആ കുലം നശിക്കാതെ നിലനിർത്താനും സാധിക്കും അവർക്ക്. അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. അപ്പോൾ ഉയർച്ചയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷനുണ്ട്, തൽസ്ഥിതി നിലനിർത്തണമെങ്കിൽ അതിനും ഓപ്ഷനുണ്ട്, അധപ്പതിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷനുണ്ട്. ചിലരും വെറുതെ ഇരിക്കുമ്പോൾ ഇല്ലെങ്കിൽ അതും ഇതൊക്കെ വല്ല പക്ഷിയായിരുന്നെങ്കിൽ ആകാശത്തൂടെ പറന്നു നടക്കായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടല്ലോ. സാഹിത്യകൃതികളൊക്കെ കാണാം, അല്ലേ? അപ്പൊ അങ്ങനെ ആഗ്രഹം പ്രബലമായി വന്നു കഴിഞ്ഞാൽ പിന്നെ പറന്നു നടക്കുന്ന പക്ഷികളായിട്ട് ജനിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ള ജന്മത്തിൽ നമ്മുടെ സ്വഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ തരത്തിൽ പരിവർത്തനം വരുത്താവോ അതനുസരിച്ചുകൊണ്ട് പരിവർത്തനം വരുത്താനുള്ള ഒരു ഉപദേശമാണ് ഗീതോപദേശം. വെറുതെ ഒരു യുദ്ധകളത്തിൽ നിന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തതാണെന്ന് ധരിക്കേണ്ട ആരും. ഒരു മനുഷ്യ ജന്മം സഫലമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദൃഷ്ടമനുപശ്യതി ഗുണേഭ്യച്ച പരം വേത്തി മദ്ഭാവം സോധിഗച്ഛതി. എപ്പോൾ ദൃഷ്ടാമ ഗുണങ്ങളിൽ നിന്ന് അന്യമായിട്ട് ഒരു കർത്താവിനെ കാണുന്നില്ലയോ, ഗുണങ്ങൾക്ക് അതീതമായിട്ട് ആത്മാവിനെ അറിയുകയും ചെയ്യുന്നുവോ, അപ്പോൾ അവൻ എൻ്റെ ഭാവത്തെ പ്രാപിക്കുന്നു. ഇനി ഈ മൂന്ന് ഗുണങ്ങളുടെയും പ്രത്യേകത എല്ലാം പറഞ്ഞു, അതിൻ്റെ അനന്തരഫലവും പറഞ്ഞു. ഇനി ഭഗവാൻ പറയുന്നത്, അർജുന, ഏതേത് ഗുണങ്ങളിൽ, അതായത് ദൃഷ്ടാവ് നമ്മൾ തന്നെ ഗുണങ്ങളിൽ നിന്ന് അന്യമായിട്ട് ഒരു കർത്താവിനെ കാണുന്നില്ലയോ, ഇല്ലെന്ന് അറിയുന്നുവോ, ഗുണങ്ങൾക്ക് അതീതമായി ആത്മാവിനെ അറിയുകയും
അതായത് ഈ ഗുണങ്ങൾ വരുടെ അല്ലെങ്കിൽ മൂലപ്രകൃതിയുടെ ഗുണങ്ങൾ നമ്മളിൽ തന്നെയുള്ള ഈ 3 ഗുണങ്ങളുടെ പ്രഭാവത്തെ ആദ്യം കാണണം. അത് തന്നിൽ തന്നെ ഉള്ളതാണെന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് മറ്റൊരു കർത്താവില്ലെന്ന് തിരിച്ചറിയും. നമ്മുടെ തന്നെ സ്വഭാവമാണ്. അതിലാണ് ഈ സാത്വിക ഭാവവും രാജസഭാവവും താമസഭാവവും വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിനു വേണ്ടിയിട്ട് മറ്റൊരു കർത്താവ്, നമ്മൾ ഈ മറ്റൊരു കർത്താവിനെ കാണുമ്പോഴാണ് എൻ്റെ ഈ ജീവിതത്തിന് അല്ലെങ്കിൽ ഈ ഗതിക്കൊക്കെ കാരണം ഈശ്വരനാണെന്ന് നമ്മൾ പറയണം. ഈ ഗുണങ്ങൾക്ക് അതീതമായിട്ട് നിൽക്കുന്ന നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആത്മാവിനെ തിരിച്ചറിയുകയും വേണം. അപ്പൊ നമ്മുടെ സ്വഭാവത്തിന് കാരണം ആത്മാവല്ല, ആത്മപ്രേരണയാൽ ഇല്ലേ, ആത്മാവിന്റെ ആ ശക്തി കൊണ്ട് നമ്മൾ ഇതിനെ അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് മായ എന്ന് പറയുന്നത്. നിർഗുണഭാവത്തിൽ നിൽക്കുന്ന ആത്മാവിന് നമ്മൾ ഈ പറയുന്ന കർമ്മങ്ങളിലോ ഈ ഉയർച്ചയോ താഴ്ചയോ ഇതൊന്നും ആത്മാവിന് സംഭവിക്കുന്നില്ല. ആത്മാവിനെ പേര് നടക്കുന്ന ഈ ശരീരധാരികൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെയും തിരിച്ചറിയണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായത് ഗുണാതീത ഭാവത്തിൽ നിൽക്കുന്നതാണ് ആത്മാവ്. ഈ മായാബന്ധം കേവലം ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കുമാണ്. അതനുസരിച്ചു കൊണ്ടാണ് നമുക്ക് ഈ ഗതിവിഗതികൾ സ്വഭാവത്തിൽ പ്രകൃതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇതിനെയാണ് മൂലപ്രകൃതി അഥവാ മായ എന്ന് പറയുന്നത്. അപ്പൊ ഗുണാതീത അവസ്ഥയിൽ ഇരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയുന്നത് ആര് ആണോ അപ്പോൾ അവൻ എൻ്റെ ഭാവത്തെ തിരിച്ചറിയും. അവിടെയാണ് അദ്വൈത ഭാവം വരും. രണ്ടല്ല, ഈ കാരണങ്ങൾക്ക് നമ്മുടെ സ്വഭാവത്തിന് കാരണം ഈ ആത്മാവ് തന്നെയാണ്. എന്നാൽ ഈ സ്വഭാവ മാറ്റത്തിന് കർത്താവ് മറ്റാരുമല്ല, ഒന്ന് തന്നെയാണ്. അതായത് അചഞ്ചലമായിരിക്കുന്ന പരാശക്തിയിൽ നിന്നാണ് ചഞ്ചലമായിരിക്കുന്ന അപരാശക്തി എന്ന് പറയുന്ന ശരീരം ഉണ്ടായിരിക്കുന്നതും അതിൽ നിന്ന് പ്രകൃത്യാ കെട്ടിയിരിക്കുന്ന സ്വഭാവത്തിനും ആധാരമായിട്ട് നിൽക്കുന്നതും ഈ ആത്മാവ് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നവൻ ഈശ്വരഭാവത്തിലേക്ക് എത്തും. ഗുണങ്ങൾ തന്നെയാണ് സർവകർമ്മങ്ങൾക്കും കർത്താവായിരിക്കുന്നതെന്നും, അതായത് ഈ ത്രിഗുണങ്ങളാണ് നമുക്ക് കർമ്മത്തിന്റെ പ്രേരണ സൃഷ്ടിക്കുന്നതും കർമ്മികളാക്കി മാറ്റുന്നതും. അല്ലാതെ ഈശ്വരനല്ല കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നത്. നമ്മളിലുള്ള സ്വഭാവമാണ് കർമ്മങ്ങളെ സൃഷ്ടിക്കുന്നത്. എന്നാൽ ഈശ്വരന്റെ പ്രേരണയാലാണ് ഈ മായാബന്ധം ഉണ്ടാകുന്നത്. ഈശ്വരന് ഈ കർമ്മങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സാക്ഷിഭൂതനായ ആത്മാവ് ഗുണാതീതനാണെന്ന് തിരിച്ചറിയുക. എപ്പോൾ അറിയുന്നുവോ ഗുണാതീതനാണ് തൻ്റെ ആത്മാവ് എന്നറിയുന്നുവോ അപ്പോൾ അവൻ പരമാത്മഭാവത്തെ ഭാവിക്കും. അതായത് ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം എന്ന നാരദരുടെ ഭാഗവതത്തിൽ പറയുന്ന ഉപദേശത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. നമ്മുടെ സ്വഭാവത്തിൽ അദ്വൈത ഭാവം വരും. നമ്മൾ ചെയ്യുന്ന ക്രിയകളിൽ അദ്വൈത ഭാവം വരും. നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ അദ്വൈത ഭാവം വരും. ഇതാണ് ഈശ്വര സാക്ഷാത്കാരം. അത് ഗുണാതീത അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം എന്നർത്ഥം. ഗുണാനേതാൻ അതീത്യത്രീൻ ദേഹി സമുദ്ഭവൻ ജന്മമൃത്യു ജരാദുഃഖൈ വിമുക്തോ അമൃതശ്നുതേ. ജീവാത്മാവ് ദേഹത്തിന്റെ ഉത്ഭവ കാരണങ്ങളായ ഈ 3 ഗുണങ്ങളെ, സത്വരജ തമോ ഗുണങ്ങളെ ആരാണോ അതിക്രമിച്ചിട്ട് ജനന മരണ വാർദ്ധക്യ ദുഃഖം എന്നിവയിൽ നിന്ന് വിമുക്തനായി അമൃതത്വത്തെ ബ്രഹ്മാനന്ദത്തെ അനുഭവിക്കുന്നു അഥവാ പ്രാപിക്കുന്നു. അതായത് ജന്മ മൃത്യു ജരാ ദുഃഖങ്ങളെല്ലാം ശരീരത്തിൻ്റെതാണ്, ജഡത്തിൻ്റെതാണ്. ഇവയൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല. ത്രിഗുണങ്ങളെ അതിക്രമിച്ച് താൻ ആത്മാവ് തന്നെ എന്ന് സാക്ഷാത്കരിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിമുക്തനാകുന്നു. അതായത് നമ്മൾ ആദ്യം ഈ 3 ഗുണങ്ങളെ, സത്വരജ തമോ ഗുണങ്ങളെ തിരിച്ചറിയണം. അതിൻ്റെ ഗുണദോഷങ്ങളെ തിരിച്ചറിയണം. നമ്മുടെ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ സത്വഗുണത്തെ വർദ്ധിപ്പിക്കണം. എന്നിട്ട് രജോ ഗുണത്തെയും തമോ ഗുണത്തെയും വേണ്ട സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ ഉയർച്ചയിലേക്ക്, സാത്വിക ഭാവത്തിലേക്ക് ഉയരണം. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ സാത്വികനായിട്ട് മാറണം. അതാണ് ഉയർച്ച എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ സത്വഗുണത്തെ കൂടെ ജയിക്കണം. അതായത് 3 ഗുണങ്ങളെയും അതിക്രമിക്കണം എന്നർത്ഥം. അപ്പോഴാണ് ആത്മഭാവം, ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം
എന്ന ആ ഒരു ഭാവത്തിലേക്ക്, ഏകഭാവത്തിലേക്ക്, പരമാത്മഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കൂ. അപ്പൊ ഗുണാതീതന്നെ ആകാൻ വരെ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ 3 ഗുണങ്ങളെയും വിശദീകരിച്ചത്. അതായത് ജീവാത്മാവ് ദേഹത്തിന്റെ ഉത്ഭവ കാരണമായ ഈ 3 കാരണങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ ഉത്ഭവ കാരണങ്ങളെ, സത്വരജ തമോ ഗുണങ്ങളെ ജീവാത്മാവ് ഹേതുവാണ്, അത് ഉത്ഭവ കാരണമാണ്. പക്ഷേ അതിനെ അതിക്രമിച്ചിട്ട് ജനനം, മരണം, വാർദ്ധക്യം, ദുഃഖം എന്നിവയിൽ നിന്ന് വിമുക്തനായ അമൃതത്വ ഭാവത്തെ അനുഭവിക്കണമെങ്കിൽ നമുക്ക് ശരീരത്തിലൂടെ കിട്ടിയിരിക്കുന്ന ഈ മായ, മൂലപ്രകൃതി സ്വഭാവത്തെ, അതായത് ഈ മായയെ നമ്മൾ അതിക്രമിക്കണം, അഥവാ ഗുണാതീതനാകണം. ജന്മമൃത്യു ജുരാദുഃഖങ്ങളെല്ലാം ഈ ശരീരത്തിൻ്റെതാണ്, അത് ആത്യന്തികമായിട്ട് അറിയണം. അഥവാ ജഡമാണ് ശരീരം. ഇവയൊന്നും ആത്മാവിനെ ബാധിക്കുന്നതല്ല. ത്രിഗുണങ്ങളെ അതിക്രമിച്ച് താൻ ആത്മാവ് തന്നെയാണെന്ന് സാക്ഷാത്കരിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനാകും. ജീവൻ മുക്തി എന്ന് പറയുന്നത് ഈ ഭാവമാണ്. അതായത് എന്നാണോ നമ്മൾ ഗുണാതീത ഭാവത്തിലേക്ക്, നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഗുണാതീത ഭാവത്തെ അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്, അപ്പോൾ ജീവൻ മുക്തി നമ്മൾ നേടിക്കഴിയും. ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരത്തോടു കൂടി ഇരിക്കുന്ന ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യം ഭഗവാൻ ഗീതയിൽ ഒരിക്കലും പറയുന്നില്ല. ഇത് അനുഭവിച്ചാൽ, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയാലാണ് നമുക്ക് അനായാസന ജീവിക്കാൻ സാധിക്കുക. പിന്നെ ഒരിക്കലും ദുഃഖത്രയങ്ങളോ ഇല്ലെങ്കിൽ ബന്ധനത്രയങ്ങളോ അനുഭവിക്കേണ്ടി വരികയില്ല എന്നർത്ഥം. ഇത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ.